കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. മതിലിന് താഴെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകളുണ്ടായി. ഗർഭിണി അടക്കമുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മുഹമ്മദ് ഷഹീദിന്റെ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഡെന്റൽ കോളേജിന് സമീപമുള്ള സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. ഇവിടെ റോഡിനോട് ചേർന്നുള്ള ഭിത്തിയാണ് ഇടിഞ്ഞത്. ഒരു അല്പസമയം മുമ്പാണ് ഈ അപകടമുണ്ടായത്. നിരവധിയായ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശത്ത്. തൊട്ട് താഴെ ഒരു ചെറിയ വാഹനങ്ങളുണ്ടായിരുന്നു. ആ വാഹനങ്ങൾക്ക് കേടുപാട് പറ്റുകയും ചെയ്തു. തൊട്ടടുത്ത് ക്യാമ്പസ് സ്കൂളുണ്ട്. വൈകുന്നേരമൊക്കെ ആയിരുന്നെങ്കിൽ ആ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ട്. നാട്ടുകാരുണ്ട്. എപ്പോഴേ സംഭവം ഉണ്ട്? കുറച്ച് മുമ്പാണ് ഇടിഞ്ഞു വീണത്. ഇത് 2 ദിവസം മുമ്പ് ഇവിടുത്തെ മീഡിയ വരെ ഇത് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും ഇതിനെപ്പറ്റി അത്ര ഒരു പരിഗണിച്ചില്ല. ഇത് നിങ്ങൾക്ക് കണ്ടറിയില്ലേ, ഈ മൊത്തം മതിലും കൂടെ തള്ളി നിൽക്കുക. കേഷ്യാലിറ്റി മുതൽ ഇവിടെ വരെ എപ്പം വേണമെങ്കിലും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലുള്ളത്. അപ്പം പല പ്രാവശ്യം പരാതി പെട്ടു. ഒരു 10 ദിവസം മുമ്പ് തന്നെ നമ്മൾ ഇതിനെ പറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും ഇതിനെ എല്ലാവരും അവഗണിച്ചു ഇതിനെ. ഇവിടെ 2 വണ്ടി നിർത്തിയിരുന്നു. ഒരു ഫാമിലി ആയിരുന്നു, ഒരു ടാക്സി ആയിരുന്നു. അവർ ജസ്റ്റ് നിർത്തി ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കടയിലേക്ക് പോയി വരുന്ന സമയത്താണ് കല്ല് നേരെ പറിച്ചത്. കല്ല് ഒരു വണ്ടിയുടെ മേലെ ഫുള്ള് കല്ലായിരുന്നു. അതിലൊരു ഗർഭിണിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഇറങ്ങിപ്പോയോണ്ടാണ് അവർ കഴിച്ചിലായി. അല്ലാന്നുണ്ടെങ്കിൽ അവരെ മേത്തേക്കാണ് പതിക്കുക. നിലവിൽ പകൽ സമയത്താണെങ്കിൽ ഈ ക്യാമ്പസ് സ്കൂളിലെ കുട്ടികൾ, അതേപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ്, മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ്, സ്റ്റാഫുകളൊക്കെ നടന്നു പോകുന്ന ഇടവഴിയാണത്. ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകളും ക്യാമ്പസ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഒക്കെ നടന്നു പോകുന്ന ഒരു വഴിയിലാണ് ഈ അപകടമുണ്ടായത്. അങ്ങനെ കാലപ്പഴക്കമുള്ള ഒരു മതിൽക്കെട്ട് ഇങ്ങനെ നിലനിർത്തിയത്, അതിൻ്റെ സുരക്ഷയൊന്നും പരിശോധിക്കാതെ നിലനിർത്തിയത് എന്തുകൊണ്ട് അങ്ങനെ നിലനിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. നാട്ടുകാർ തന്നെ പറയുന്നത് പലതവണ ഇതിൻ്റെ ഭീഷണി തകരുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു, പരാതിപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ളതും ചോദ്യമായി നിൽക്കുകയാണ്.